ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഭാവി കടമകൾ അതെന്തൊക്കെയാണ്? ഡിവൈഎഫ്ഐയുടെ 16-ാം സംസ്ഥാന സമ്മേളനം ഈ യുവജന പ്രസ്ഥാനത്തിന് പുതിയ കരുത്താണ് പകർന്നു നൽകിയത്. ഈ സമ്മേളനത്തിൽ 3 ദിവസം സംസ്ഥാനത്തുടനീളമുള്ള ഡിവൈഎഫ്ഐയുടെ നേതൃത്വം ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും അതിൻ്റെ മുകളിൽ 14 ഡെലിഗേഷനിൽ ചേർന്നുകൊണ്ട് നടത്തിയ ചർച്ച, ആ ചർച്ചയുടെ മറുപടി, അതിനെല്ലാം തുടർന്ന് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി കടമ, ആ ഭാവി കടമ കൂടി അംഗീകരിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ പോരാട്ടങ്ങളെ, മുദ്രാവാക്യങ്ങളെ രൂപപ്പെടുത്തിയിട്ടാണ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് നാം സമര പോരാട്ടങ്ങളിലേക്ക് കടക്കുന്നത്. തീർച്ചയായും ഡിവൈഎഫ്ഐയുടെ 16-ാം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ കാലത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുക, സമരരീതികളെ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഏറ്റവും പ്രധാനമായും നാം മുന്നോട്ട് വെക്കും എന്ന് ഭാവി കടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം ഡിവൈഎഫ്ഐ നേരത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കരുത്തോടെ കൊണ്ടുപോകേണ്ടതുണ്ട്. നാം 2021 ഒരു പുതിയ ലഹരിക്കെതിരായ പ്രക്ഷോഭം നേരത്തെ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ പോലും 2021 നാം തീരുമാനിച്ചപ്പോൾ നാം ഇവിടെ തുടങ്ങുകയാണ്, എവിടെ അവസാനിക്കുമെന്നറിയില്ല എന്നാണ് നാം മുദ്രാവാക്യം വെച്ചത്. ആ രീതിയിൽ തന്നെ ലഹരിക്കെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. വർഗീയത ഒരു വലിയ വിപത്തായി യുവതയിൽ ഉൾപ്പെടെ കടന്നു വരികയാണ്. അപ്പോൾ വർഗീയതക്കെതിരായിട്ടുള്ള മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കണം. AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയും ബോധവൽക്കരിച്ചും സംഘടനാ പ്രവർത്തനത്തെ വിപുലീകരിക്കുക. ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് വലതുപക്ഷ വൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ഇടപെടലുകൾ നടത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഇതിനെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടും ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളെ കൂടുതൽ ചടുലമാക്കിയും ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതോടൊപ്പം രാജ്യത്തിൻ്റെ ഭരണകൂടം, കേരളത്തിൽ വലതുപക്ഷ ഗവൺമെൻറ് യുവജന വിരുദ്ധമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ, സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുന്ന നിലപാടുകളുമായിട്ട് വരുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലും കേരളത്തിൻ്റെ തെരുവുകളിൽ ഡിവൈഎഫ്ഐ ഉണ്ടാകും. ഡിവൈഎഫ്ഐനെ സംബന്ധിച്ച് ചുമതല കൂടുകയാണ്. അതായത് നിലവിലിപ്പോൾ RSSൻ്റെ ഒരു കടന്നുകയറ്റം, അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഇപ്പോൾ എല്ലായിടത്തുണ്ട്. UDF സർക്കാർ ഭരിക്കുമ്പോൾ RSSൻ്റെ അജണ്ടയാണ് നിലവിൽ നടപ്പിലാകുന്നത്. അല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ ഈ 2 മാസങ്ങളെടുത്ത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നത് BJP ആണ്. 3 സീറ്റുകളാൽ ഒരു സംസ്ഥാനം ഭരിക്കാൻ പറ്റും എന്ന് BJP ഈ ഉദാഹരണം കാണിച്ചു തന്നത് കേരളമാണ്. കാരണം VD സതീശൻ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം RSS ആഗ്രഹിക്കുന്ന അജണ്ടകളെയാണ് ഓരോന്നും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി ഗവർണർ തീരുമാനിക്കും. ഗവർണർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മേഖലകളും സമാനമാണ്. നേരത്തെ വലിയ പ്രസംഗങ്ങൾ നടത്തിയ ആളുകൾ ഇപ്പോൾ മന്ത്രിമാരാകുമ്പോൾ RSSൻ്റെ തീരുമാനങ്ങളാണ് ഏറ്റവും മികച്ചത് എന്ന് പങ്കുവെച്ചുകൊണ്ട് RSSന് അനുകൂലമായി നിൽക്കുകയാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും യുവതയോടുള്ള സമീപനത്തിലും പൊതുവിൽ ഈ ഗവൺമെൻറ് നയങ്ങളും എടുത്ത് നോക്കിയാൽ അത് RSS എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കുക എന്നതിലേക്ക് എത്തുകയാണ്. തീർച്ചയായും അവിടെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കരുത്തോടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. തീർച്ചയായും ആ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് 2 സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് ഡിവൈഎഫ്ഐക്ക് ഏറ്റെടുക്കേണ്ടത്. അത് കരുത്തോടെ ഏറ്റെടുക്കും.